ചുള്ളിമട ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനെ കണ്ടു എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടെ ഒറ്റയാൻ എത്തിയെന്നും കഴിഞ്ഞ 2 ദിവസമായി പ്രദേശത്ത് 2 കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നതായുമാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോഴും ഭീതിജനകമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ ജാഗ്രത പുലർത്തേണ്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് പ്രദേശം, അല്ലേ? തീർച്ചയായിട്ടും ഈ കഞ്ചിക്കോട് ചുള്ളിമട ഭാഗത്തും സ്ഥിരമായിട്ട് ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇവർ പരാതിയായിട്ട് പറയുന്നത്. ചുള്ളിമടയിലെ ജനവാസ മേഖലയിൽ ഇന്നലെ ഏകദേശം ഒരു രാത്രി 10 മണിയോട് കൂടെയാണ് ആന എത്തിയത്. ഒരു ഒറ്റയാനാണ് ഈ മേഖലയിൽ എത്തിയത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല ഈ പ്രദേശത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചുള്ളിമട ഉൾപ്പെടെയുള്ള കഞ്ചിക്കോടിൻ്റെ വിവിധ ഭാഗങ്ങളാണെങ്കിലും വാളയാറിൻ്റെ വിവിധ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഈ വേനൽ കടുത്തതോടുകൂടെ തന്നെ വെള്ളവും മറ്റുമൊക്കെ തേടി ആനകൾ സ്ഥിരമായിട്ട് ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല നെല്ല് ഈ ഭാഗത്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. നെല്ല് വിളവാകുന്ന സമയത്ത് ആ നെല്ല് തിന്നുന്നതിന് വേണ്ടിയും കാട്ടാനകൾ കൂട്ടമായും ഒറ്റയ്ക്കൊക്കെ ഈ പ്രദേശത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചുള്ളിമടയിൽ ഏതായാലും ഒരു ഒറ്റയാനാണ് ഇറങ്ങിയത് എന്നുള്ളതാണ്. കൂട്ടമായി ആനകൾ എത്തുമ്പോൾ അതിനേക്കാളേറെ ഭയം ഒറ്റയാൻ എത്തുമ്പോഴാണെന്ന് പലപ്പോഴും നാട്ടുകാർ പരാതിപ്പെടാറുണ്ട്. അത്തരത്തിൽ ചുള്ളിമടയിൽ ഏതായാലും രാത്രി ഒരു 10 മണിയോടുകൂടെയാണ് ആന ഇറങ്ങിയത്. അതേസമയം വനംവകുപ്പ് അധികൃതർ എത്തി പടക്കം പൊട്ടിച്ചപ്പോൾ തൽക്കാലം അത് കാട് കയറിയിട്ടുണ്ട്. പക്ഷേ ഇനിയും അത് ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി ഒരു കൃത്യമായ നടപടി വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളത് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് ചുള്ളിമടയിലെ. ശരി.